നമ്മുടെ കൊച്ചിയിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസം വണ്ടർ വാട്ടർഫോൾ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞ് കാണുമായിരിക്കുമല്ലോ. ഞാൻ അറിഞ്ഞപ്പോൾ ലേറ്റായിപ്പോയി. 31 മെയ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കറക്റ്റായിട്ട് 30 മെയ് പോയി കണ്ടിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും പോയി കണ്ട് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവത്തിനെക്കുറിച്ച് അറിഞ്ഞത്. ഞാനും എൻ്റെ ഫാമിലിയുടെ കൂടെ അവിടെ എത്തിയപ്പം നമ്മുടെ നയാഗ്ര വാട്ടർഫോളിൻ്റെ അതേ റെപ്ലിക്ക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ രസം എന്നറിയാമോ? ആ വാട്ടർഫോളിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഫുള്ളായിട്ട് നനഞ്ഞു പോകും. നല്ല രസമായിരുന്നു. ഗ്രൗണ്ടിൻ്റെ 2 സൈഡിലുമായിരുന്നു വാട്ടർഫോൾ ഉണ്ടാക്കി വെച്ചത്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ആ വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറേ നനഞ്ഞു. ആ വാട്ടർഫോളിൽ കുളിക്കുന്നത് കണ്ടപ്പം എനിക്കും ആഗ്രഹം തോന്നി. ഞാനും പോയി ഇച്ചിരി കുളിച്ച്, കുളിച്ചില്ല, ഇച്ചിരി നനഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മുഖത്ത് വെച്ച ഒരു ലോഡ് മേക്കപ്പാണ് ആ വെള്ളത്തിൽ അങ്ങ് ഒലിഞ്ഞു പോയത്. ഇതേ കണ്ട. പിന്നെ മേക്കപ്പ് ഇല്ലാത്ത ഫേസുമായിട്ട് അവിടെ തന്നെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാരാൻ നടന്നു. കണ്ടപ്പോൾ കറക്റ്റ് ബംഗാളി ലുക്കും ഉണ്ടായിരുന്നു. ബംഗാളികൾക്ക് ലുക്കൊക്കെ ഉണ്ട്, അതിനിപ്പോൾ ബംഗാളി ലുക്ക് എന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ വാട്ടർഫോൾ കറക്റ്റായിട്ട് എൻജോയ് ചെയ്തത് മൊത്തം കുഞ്ഞു പിള്ളേരായിരുന്നു. വലിയവരൊക്കെ അവിടെ പോയി കിടന്ന് വാട്ടർഫോൾ എൻജോയ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വലിയവരല്ലേ, 90s കിഡ് അല്ലേ, എല്ലാവർക്കും നടുവേദനയും ചുമയും ജലദോഷവും തലവേദനയും ഇതുമായിട്ടൊക്കെ വീട്ടിൽ തിരിച്ചു പോകാം. അതുകൊണ്ട് അവിടെ ഓരോ ഒറ്റ പേരൻറ്റോ വലിയവരോ ആരും തന്നെ എൻജോയ് ചെയ്തില്ല. മക്കൾക്ക് നല്ല അടിപൊളിയായിരുന്നു. വാട്ടർഫോൾ മാത്രമല്ല, അവിടെ വേറെയും കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എക്സ്പോ അല്ലേ, അപ്പോൾ അച്ചാറും ഫിനൈലും പിന്നെ കോസ്മെറ്റിക് ഐറ്റംസും ഗോഗിൾസും. ഞങ്ങളുടെ നാട്ടിലെ ചേട്ടന്മാരും ഉണ്ടായിരുന്നു. ഹായ് ദീ ചേട്ടാ. വെറൈറ്റി ഓഫ് നോർത്ത് ഇന്ത്യൻ പിക്കിൾസ് ആയിരുന്നു. പിന്നെ കുറേ ഊഞ്ഞാലും റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും കയറിയില്ല. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് എൻജോയ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. Me and my family had a wonderful time in Kochi. We love this city as always.